കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർ ഇന്ത്യ പ്ലെയിൻ ക്രാഷ് സംഭവത്തെക്കുറിച്ച് നിങ്ങളെല്ലാരും അറിഞ്ഞിരിക്കുമല്ലോ. അതിലെ പ്ലെയിനിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആ കമ്പനിയായ ബോയിങ് എങ്ങനെ പ്രമുഖ എയർക്രാഫ്റ്റ് കമ്പനിയായി? ബോയിങ് തുടങ്ങിയതാരാണ്? ബോയിങ് പ്ലെയിൻസ് എവിടെയൊക്കെയുണ്ട്? ബോയിങ് കമ്പനിയുടെ ചരിത്രവും വളർച്ചയും നമുക്കിന്ന് നോക്കാം. അപ്പൊ ഈ വീഡിയോ മുഴുവൻ കാണുക. പുതിയ കൂട്ടുകാർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ. എന്താണ് ബോയിങ് എന്ന് നമുക്ക് നോക്കാം. ബോയിങ് എന്നത് ഒരു അമേരിക്കൻ എയറോസ്പേസ് കമ്പനിയാണ്. ഇത് എയ്റോപ്ലെയിൻസ്, റോക്കറ്റ്സ്, ഹെലികോപ്റ്റേഴ്സ്, മിസൈൽസ്, സാറ്റലൈറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്തും മാനുഫാക്ചർ ചെയ്തും സെൽ ചെയ്യുന്നു. 1916 വില്യം ഇ ബോയിങ് എന്ന വ്യക്തിയാണ് ഇത് തുടങ്ങിയത്. വാഷിംഗ്ടണിൽ ബോയിങ്ങിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങിയിരുന്നു. ആദ്യ എയർപ്ലെയിൻ ബോയിങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡൽ 1 ആണ്. ഇതൊരു സീ പ്ലെയിൻ ആയിരുന്നു. 1920 to 30s ബോയിങ് വളരെ വേഗം വളർന്നു. വേൾഡ് വാർ 2 സമയത്ത് ബോയിങ് വലിയ ഡിഫൻസ് മാനുഫാക്ചറായി മാറി. പിന്നെ കൊമേഴ്ഷ്യൽ പ്ലെയിൻസും അവർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. 1958 ബോയിങ് 707 വന്നു. ഇതാണ് അവരുടെ ഫസ്റ്റ് സക്സസ്ഫുൾ കൊമേഴ്ഷ്യൽ ജെറ്റ് എയർലൈൻ. 1997 ബോയിങ് MC ഡൊണാൾഡ് ഡഗ്ലസ് എന്ന മറ്റൊരു എയർക്രാഫ്റ്റ് കമ്പനിയും കൂടി മെർജ് ചെയ്തു. ഇത് ബോയിങ്ങിനെ വേൾഡ് എയറോസ്പേസ് മാർക്കറ്റിൽ ലീഡിംഗ് കമ്പനിയായി. സ്പേസ് സെക്ടറിലും ബോയിങ് ഉണ്ട്. നാസയോടൊപ്പം അവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പാർട്സ് ഡിസൈൻ ചെയ്തു. ഡിഫൻസ് സിസ്റ്റം, സാറ്റലൈറ്റ്സ് ഒക്കെ ബോയിങ്ങുടെ പോർട്ട്ഫോളിയോയിലുള്ള മേജർ സെഗ്മെന്റ്സ് ആണ്. നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് കമ്പനി ഓവർവ്യൂ. ബോയിങ് കമ്പനി എങ്ങനെയാണ് വളർന്ന് ഇത്രയും വലിയൊരു കമ്പനിയായി മാറിയത് എന്ന് നമുക്ക് നോക്കാം. ബോയിങ് എന്നത് 1960s വാഷിംഗ്ടണിൽ തുടങ്ങിയ ഒരു ചെറിയ എയർപ്ലെയിൻ മാനുഫാക്ചറിംഗ് കമ്പനി ആയിരുന്നു. പക്ഷെ ഇന്നോ ബോയിങ് ഈസ് നോട്ട് ജസ്റ്റ് എ കമ്പനി, അതൊരു എയറോസ്പേസ് ടൈറ്റൻ ആണ്. ഇപ്പോൾ ബോയിങ്ങുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വെർജീനിയയിലാണ്. ബോയിങ് ഓപ്പറേറ്റ് ചെയ്യുന്നത് 65-ലധികം കൺട്രീസിലാണ് വിത്ത് ഓവർ 1.4 lakh എംപ്ലോയീസ് അക്രോസ് ദ ഗ്ലോബ്. ഇതിന്റെ ആനുവൽ റവന്യൂ അപ്പോൾ എന്തായിരിക്കും? ബോയിങ് കമ്പനിയുടെ ആനുവൽ റവന്യൂ വരുന്നത് $60 billion. അതായത് അതൊരു മാസീവ് ഫിഗർ ആണ്. ബോയിങ്ങുടെ ബിസിനസ് മേജർ 4 ഡിവിഷനിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ബോയിങ് കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻസ്, ബോയിങ് ഡിഫൻസ് സ്പേസ് ആൻഡ് സെക്യൂരിറ്റി, ബോയിങ് ഗ്ലോബൽ സർവീസസ്, ബോയിങ് ക്യാപിറ്റൽ കോർപ്പറേഷൻ. അപ്പോൾ ഫസ്റ്റ് ആയ ബോയിങ് കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിലാണ് നമ്മൾ ഡെയിലി പറക്കുന്ന പാസഞ്ചർ പ്ലെയിൻസ് വരുന്നത്. ബോയിങ് ഡിഫൻസ് സ്പേസ് ആൻഡ് സെക്യൂരിറ്റിയിൽ ഇതിൽ ഡിഫൻസ് പ്രോജക്ട്സ്, മിലിറ്ററി എയർക്രാഫ്റ്റ്, സ്പേസ് സിസ്റ്റം ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നു. ബോയിങ് ഗ്ലോബൽ സർവീസിൽ മെയിൻ്റനൻസ്, ട്രെയിനിങ്, പാർട്ട് സപ്ലൈ ഒക്കെ ഇതിലൂടെ ബോയിങ് കസ്റ്റമേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്നു. അടുത്തത് ബോയിങ് ക്യാപിറ്റൽ കോർപ്പറേഷൻ. ഫിനാൻസും ഇൻവെസ്റ്റ്മെന്റ് സപ്പോർട്ടും ബോയിങ്ങുടെ ഇന്റേണൽ പ്രോജക്ട്സ് ആൻഡ് കസ്റ്റമർ ഡീൽസ് ഒക്കെ ഈ ഡിവിഷനിലാണ് ചെയ്യുന്നത്. അതായത് ബോയിങ് ഒരു പ്ലെയിൻ ഉണ്ടാക്കുന്ന കമ്പനി മാത്രമല്ല, ഏവിയേഷനും സ്പേസും ഡിഫൻസും ഫിനാൻസും കവർ ചെയ്യുന്ന ഒരു ഗ്ലോബൽ എക്കോസിസ്റ്റം ആണ്. അപ്പൊ ഇതാണ് കമ്പനിയുടെ ഒരു ഓവറോൾ വ്യൂ വരുന്നത്. നമുക്കിനി കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിൽ എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെ ബോയിങ്സ് ആണുള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. നെക്സ്റ്റ് സെക്ഷനായ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്, അതിനെക്കുറിച്ച് നോക്കാം. നമ്മുടെ എയർപോർട്ടിൽ കണ്ടിട്ടുള്ള ബോയിങ് പ്ലെയിൻസ് 737, 747, 777, 787 ഒക്കെ ബോയിങ് കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻസ് ഡിവിഷനിൽ പെട്ടതാണ്. ബോയിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മൈൻഡിൽ വരുന്നത് അവരുടെ ഫേമസ് കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻസ് ആണ്. ഇത് എയർലൈൻ അറൌണ്ട് ദ വേൾഡ് ഡെയിലി യൂസ് ചെയ്യുന്നു. ബോയിങ് പ്ലെയിൻസിൽ മില്യൺസ് ഓഫ് പാസഞ്ചേഴ്സ് ആണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ബോയിങ് 737 സീരീസ് ആണ്. ബോയിങ് 737 അറിയപ്പെടുന്നത് പീപ്പിൾസ് ജെറ്റ് എന്നാണ്. 1968 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ മോഡൽ ബോയിങ്ങിന്റെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സോൾഡ് എയർക്രാഫ്റ്റ് ആണ്. ഈ 737 പറയുന്നത് ഷോർട്ട് ടു മീഡിയം റേഞ്ച് ട്വിൻ ജെറ്റ് ആണ്. ബോയിങ് 737 യൂറോപ്പിലും അമേരിക്കയിലും എയർലൈൻസ് വളരെ വൈഡായി ഉപയോഗിക്കുന്നു. റെയ്നർ, സൗത്ത് വെസ്റ്റ്,
യുണൈറ്റഡ് എയർലൈൻസ് പോലെ ഏവിയേഷൻസ് എല്ലാം ഇത് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ഇന്ന് ഇതിന്റെ പുതിയ വേർഷനായ 737 മാക്സ് സീരീസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി മോർ ഫ്യൂവൽ എഫിഷ്യന്റ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി അഡ്വാൻസ് ഏവിയോണിക്സിലും എല്ലാം ഇത് വരുന്നുണ്ട്. ഇതിന്റെ മേജർ സവിശേഷത എന്ന് പറയുന്നത് 130ൽ നിന്നും 230 പാസഞ്ചേഴ്സിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എവർഗ്രീൻ ജെറ്റ് ആയിട്ട് കണ്ടിരുന്നത്. ബോയിങ് 747 ആണ് അടുത്തത്. ഇത് അറിയപ്പെടുന്നത് ദ ക്യൂൻ ഓഫ് ദ സ്കൈസ് എന്നാണ്. ഈ പ്ലെയിൻ ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. 1970സിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ എഡ്ജിൽ ഒരു ഹം ഷേപ്പ് മോഡൽ ഉണ്ട്. അതാണ് ഇതിന്റെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ്. ഇത് കാണുമ്പോൾ തന്നെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ബോയിങ് 747 ആണെന്ന്. ലുഫ്താൻസ, ബ്രിട്ടീഷ് എയർവേസ് പോലെ എയർലൈൻസിൽ വളരെ പോപ്പുലറായി യൂസ് ചെയ്യുന്നു. ഇതിന്റെ പുതിയ വേർഷൻ എന്ന് പറയുന്നത് 7478 ആണ്. 2023 ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ബോയിങ് 747യുടെ ലെഗസി ഏവിയേഷൻ ഹിസ്റ്ററിയിൽ ഒരിക്കലും മറക്കാത്ത ഒരു കാലം തന്നെയാണ്. അപ്പൊ അടുത്ത ബോയിങ് ആയ ബോയിങ് 767 ദ ക്വയറ്റ് വർക്കർ 1981 ഫസ്റ്റ് ഫ്ലൈറ്റ് ചെയ്ത ബോയിങ് 767 ഒരു വൈഡ് ബോഡി ട്വിൻ ജെറ്റ് ആണ്. ഈ പ്ലെയിൻ മീഡിയം ടു ലോങ് റേഞ്ച് ഫ്ലൈറ്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. കാർഗോ സെക്ടറിലാണ് ഇത് മെയിൻലി യൂസ് ചെയ്യപ്പെടുന്നത്. ഫെഡെക്സ്, ഡെൽറ്റ പോലെ എയർലൈൻസ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു. മിലിറ്ററിയിലും 767 ബേസ്ഡ് ടാങ്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബോയിങ് 767 വളരെ സൗണ്ടിൽ കാമാണ്. പക്ഷേ ഏവിയേഷൻ വേൾഡിൽ ഇതൊരു റിലയബിൾ വർക്ക് ഹൗസ് ആണ്. ഇനി വരുന്നത് 1995 ഇൻട്രൊഡ്യൂസ് ചെയ്ത ബോയിങ് 777 ആണ്. ഇത് ലാർജസ്റ്റ് ട്വിൻ എൻജിൻ ജെറ്റ് ഇൻ ദ വേൾഡ് ആണ്. എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, യുണൈറ്റഡ് എയർലൈൻസ് പോലെയൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു. എസ്പെഷ്യലി ലോങ് ഡിസ്റ്റൻസ് ഇന്റർനാഷണൽ റൂട്ട്സ് ഒക്കെ. ലേറ്റസ്റ്റ് വേർഷൻ 777X ആണ്. ഈ പ്ലെയിൻ പാസഞ്ചർ കംഫർട്ട്, ഫ്യൂവൽ റേഞ്ച്, കപ്പാസിറ്റി ഒക്കെ കമ്പൈൻ ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ്. ഇതിൽ ഫോൾഡിംഗ് വിങ്സ് ടിപ്പ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പാർക്കിംഗ് സ്പേസ് സേവ് ചെയ്യുന്നുണ്ട്. അടുത്തത് വരുന്നതാണ് മോസ്റ്റ് സെർച്ച്ഡ് ആയിട്ടുള്ള ബോയിങ് 787 ഡ്രീം ലൈനർ. റീസെന്റ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ക്രാഷിന്റെ ബോയിങ് ആയ 787 ഡ്രീം ലൈനർ. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ജെറ്റ് എന്ന് പറയാം. 2011 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ മോഡൽ ഏവിയേഷൻ ടെക്നോളജിയിൽ ഒരു വലിയ ലീപ്പ് ആയിരുന്നു. ഇതിൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വെയിറ്റ് കുറയ്ക്കാനും ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാനും പറ്റും. ക്യാബിൻ കംഫോർട്ട്, ഹ്യൂമിഡിറ്റി, ലൈറ്റിംഗ്, പ്രഷർ ഒക്കെ ഇംപ്രൂവ് ചെയ്ത് പാസഞ്ചേഴ്സിന് ഒരു കംപ്ലീറ്റ് അപ്ഗ്രേഡഡ് എക്സ്പീരിയൻസും കൂടെ ഈ ബോയിങ് 787 ഡ്രീം ലൈനിന് സാധിക്കും. അപ്പൊ പാസഞ്ചർ ഫ്രണ്ട്ലിനെസ് തന്നെയാണ് ബോയിങ് 787ന്റെ USP. ഇതിൽ 3 വേരിയൻസ് ഉണ്ട്. 7878, 7879, 7810. ഖത്തർ എയർവേസ്, എയർ ഇന്ത്യ, അമേരിക്കൻ എയർലൈൻസ് ഒക്കെ ഈ എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു. പക്ഷേ ബോയിങ് 787 ഡ്രീം ലൈനർ ഒരു ഫ്യൂച്ചറിസ്റ്റിക് എയർക്രാഫ്റ്റ് ആണെങ്കിലും ഈ 2025 ജൂണിൽ ഏറ്റവും വലിയ ഷോക്ക് ഏവിയേഷൻ വേൾഡിൽ കണ്ടത് ബോയിങ്ങുടെ 787-8 ഡ്രീം ലൈനർ മോഡൽ ക്രാഷ് ആയപ്പോഴാണ്. ഈ ക്രാഷ് ഉണ്ടായത് എയർ ഇന്ത്യയുടെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ പ്ലെയിനിലൊരു മേഡേ കോൾ ഇഷ്യൂ ചെയ്തു. പക്ഷേ അതിനുശേഷം റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം കിട്ടാതെ തന്നെ പ്ലെയിൻ ക്രാഷ് ആവുകയായിരുന്നു. റിപ്പോർട്ട് പ്രകാരം 265 ജീവനാണ് ആ ഒരു പ്ലെയിൻ ക്രാഷിൽ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഡ്രീം ലൈനറിന് എന്താണ് പ്രശ്നം? 2011 ലോഞ്ച് ചെയ്ത 787 ഡ്രീം ലൈനർ ഇന്ന് വരെ 1100+ എയർക്രാഫ്റ്റ് സർവീസുകൾ ഉണ്ട്. ബോയിങ്ങിന്റെ ബെസ്റ്റ് സെല്ലിംഗ് വൈഡ് ബോഡി ജെറ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് ഡ്രീം ലൈനറിനെ വിളിക്കുന്നത്. 1 ബില്യണിൽ കൂടുതൽ പാസഞ്ചേഴ്സ് ഇതിൽ ഓൾറെഡി സഞ്ചരിച്ചു. പക്ഷേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ വലിയ ടെക്നിക്കൽ പ്രോബ്ലംസ്, ഡെവലപ്മെന്റ് ഡിലേസ്, കോസ്റ്റ് ഓവർറൺസ് ഒക്കെ ഉണ്ടായിരുന്നു.
സേഫ്റ്റി ആൻഡ് മാനുഫാക്ചറിംഗ് ഫ്ലോസ് ബോയിങ്ങിൽ തന്നെ വാൺ ചെയ്തിട്ടുണ്ട്. ജോൺ ബാർനെറ്റ്, സാം സലീൽപൂർ പോലെ എഞ്ചിനീയേഴ്സ് ഇതിന് താല്പര്യം കാണിച്ചു. പക്ഷേ ബോയിങ് ഇത് റിജക്ട് ചെയ്തു. അപ്പോൾ ഈ രണ്ടുപേർ എന്താണ് പറഞ്ഞത്? എന്ത് ഷോക്കിംഗ് ന്യൂസ് ആണ് അവര് ലോകത്തോട് ഷെയർ ചെയ്തത്? 2024 ബോയിങ് എഞ്ചിനീയർ സാം പറഞ്ഞത് 787 ഫ്യൂലേജ് കറക്റ്റായി ഫാസ്റ്റൻ ചെയ്തില്ലായിരുന്നു. വർക്കേഴ്സ് സെക്ഷനിൽ അലൈൻ ചെയ്യുമ്പോൾ തന്നെ മിസ്റ്റേക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് മിഡ് എയർ ക്രാക്സ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം വാർണിംഗ് കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ ഒരു ക്വാളിറ്റി എഞ്ചിനീയർ ആയ ജോൺ ബാർനെറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡെഡ് ലൈൻ കഴിയാൻ വേണ്ടി ബോയിങ്ങിൽ ലോ ക്വാളിറ്റി പാർട്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നതാണ്. ഈ അലിഗേഷൻ ബോയിങ് ഡിനേ ചെയ്താലും ഏവിയേഷൻ എക്സ്പേർട്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. 2025 സ്റ്റാർട്ടിൽ ഇറ്റലിയിൽ ബോയിങ് 787 കുറിച്ച് വളരെ ഷോക്കിംഗ് ഫ്രോഡ് കേസ് തുടങ്ങിയായിരുന്നു. 4800 ഡിഫക്റ്റീവ് പാർട്സ് ഇതിലെ എയർക്രാഫ്റ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തത് ഇൻവെസ്റ്റിഗേഷൻ വഴി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചറൽ ഫിറ്റിംഗ്, ഹൈഡ്രോളിക് സിസ്റ്റം, എയറോസ്പേസ് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാത്ത കമ്പോണൻസ് ബോയിങ്ങിൽ സർവീസിൽ ഓൾറെഡി ഉണ്ടെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ 787 ഡ്രീം ലൈനറിന്റെ ഫസ്റ്റ് ക്രാഷ് ഒന്നും അല്ല. പാസ്റ്റ് ക്രാഷസ് എന്ന് പറയുന്നത് ബോയിങ്ങുടെ ക്രാഷ് ഹിസ്റ്ററി ഡ്രീം ലൈനറിൽ മാത്രമല്ല ഉള്ളത്. 2018 19 ബോയിങ് 737 മാക്സ് മോഡൽ ഇന്തോനേഷ്യയിലും എത്യോപ്യയിലും ക്രാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ മോഡൽ ഒരു വർഷം സർവീസിൽ നിന്നും റിമൂവ് ചെയ്തു. 2020 എയർ ഇന്ത്യ എക്സ്പ്രസുടെ 737-800 കാലിക്കട്ടിൽ ക്രാഷ് ചെയ്തതും ബോയിങ് മോഡൽ ആയിരുന്നു. പക്ഷെ അതിന്റെ കോസ് എന്ന് പറയുന്നത് ബാഡ് വെതർ കാരണം റൺവേ സ്കിഡ് ആയത് തുടർന്നാണ്. സോ എക്സ്പേർട്ട് ഒപ്പീനിയൻ ആൻഡ് ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് വെച്ചാൽ ക്രാഷ് സമയത്ത് ക്യാപ്റ്റന്റെ എക്സ്പീരിയൻസ് വാസ് 8200 ഫ്ലൈയിങ് അവേഴ്സും കോ പൈലറ്റിന്റെ എക്സ്പീരിയൻസ് 1100 അവേഴ്സ് ഉണ്ടായിരുന്നു. എക്സ്പേർട്സ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ക്രാഷ് ഒരു എൻജിൻ ഫെയിലിയർ ആയിരിക്കാം. ബോത്ത് എൻജിൻസും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടി വന്നത്. ബ്ലാക്ക് ബോക്സ് ഡേറ്റ, കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗ് എല്ലാം അനലൈസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അതിന്റെ റിപ്പോർട്ട്സ് എല്ലാം വരുമ്പോൾ നമുക്ക് കറക്റ്റ് ക്രാഷിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നതാണ്. ബോയിങ് പോലെ തന്നെ വേറൊരു കമ്പനിയാണ് എയർബസ്. അപ്പം ഈ ഒരു ക്രാഷ് ഇഷ്യൂ കാരണം ബോയിങ്ങിന്റെ ഈ സീരീസ് ഓഫ് പ്രോബ്ലംസ് കൊണ്ട് ഏവിയേഷൻ മാർക്കറ്റിൽ എയർബസിന് ഒരു ഗെയിൻ ആണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് 5 ഇയേഴ്സിൽ എയർബസ് ബോയിങ്ങിനെ തന്നെ ബീറ്റ് ചെയ്തു. മോർ ഓർഡേഴ്സും മോർ ഡെലിവറീസും ഒക്കെ കൂടി വന്നതിന് ശേഷം 737 മാക്സും 787 ഡ്രീം ലൈനറും ഇതിൽ ബോയിങ്ങിന് പ്രൊഡക്ഷൻ ചലഞ്ചസ് ഉണ്ട്. ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസ്, സപ്ലൈ ചെയിൻ പ്രോബ്ലംസ് ഇവയൊക്കെ ബോയിങ്ങിനെ വളരെ അഫക്റ്റ് ചെയ്തു. സോ ബോയിങ് കമ്പനി ഇപ്പം വലിയ പ്രഷറിലാണ്. പക്ഷേ ഏവിയേഷൻ വേൾഡ് ഇന്നത്തെ സിറ്റുവേഷൻ നന്നായി നോക്കുന്നു. സേഫ്റ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി കൂടുതൽ ഫോക്കസ്ഡ് ആയി ആണ് എല്ലാം നോക്കുന്നത്. ബോയിങ്ങിന്റെ ഫ്യൂച്ചർ പാത്ത് സേഫ് ആക്കണമെങ്കിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ പഠിച്ച് ക്രാഷ് ഇൻവെസ്റ്റിഗേഷന്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി സോൾവ് ചെയ്ത് എടുക്കുക. ഇതാണ് 787 ഡ്രീം ലൈനറിനെ കുറിച്ചും. നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ബോയിങ് ഇൻ ഡിഫൻസ് ആൻഡ് മിലിറ്ററി. അപ്പം ബോയിങ് ഒരു കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് മാത്രമല്ല, ഡിഫൻസ് ഏവിയേഷനിലും ബോയിങ് ഒരു ഗ്ലോബൽ പവർ ഹൗസ് ആണ്. US നേവി, എയർഫോഴ്സ്, മറ്റു രാഷ്ട്രങ്ങളിലും ബോയിങ്ങുടെ ഫൈറ്റർ ജെറ്റ്സും ഹെലികോപ്റ്റേഴ്സും യൂസ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് വരുന്നതാണ് F/A-18 സൂപ്പർ ഹോർനെറ്റ് നേവി മസിൽ ജെറ്റ്. ഇത് US നേവിയുടെ ഫേവറേറ്റ് കാരിയർ ബേസ്ഡ് ഫൈറ്റർ ജെറ്റ് ആണ്. ഈ ജെറ്റിന് മൾട്ടി റോൾസ് വെച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് F-15 ഈഗിൾ ആൻഡ് F-15EX സ്പീഡ് ആൻഡ് പവർ ജെറ്റ്. ഇത് ഒരു ട്വിൻ എൻജിൻ ടാക്ടിക്കൽ ഫൈറ്റർ ജെറ്റ് ആണ്. US എയർഫോഴ്സിൽ വളരെ ലോങ് റേഞ്ചും ഹൈ സ്പീഡ് കേപ്പബിലിറ്റീസും കൊണ്ട് ഫേമസ് ആണ് ഈ ജെറ്റ്. നെക്സ്റ്റ് വരുന്നത് AH-64 അപ്പാച്ചി. ഈ അറ്റാക്ക് ഹെലികോപ്റ്റർ വേൾഡ് വൈഡ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഫയർ പവറും നൈറ്റ് വിഷൻ ടാർജറ്റ് സിസ്റ്റവും കൊണ്ടുള്ള ഒരു ഹെലികോപ്റ്റർ ആണ്. നെക്സ്റ്റ് വരുന്നത് KC-46 പെഗസിസ്.
ഇതൊരു ഏരിയൽ റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ് ആണ്. ബോയിങ് 767 ബേസ് ചെയ്ത് ഉണ്ടാക്കപ്പെട്ട ഈ പ്ലെയിൻ മിഡ് എയറിൽ വരെ ജെറ്റിന് ഫ്യൂൽ ചെയ്യാൻ കഴിവുള്ള ഒരു ഫ്ലൈയിങ് ഫ്യൂവൽ സ്റ്റേഷൻ തന്നെയാണ്. നെക്സ്റ്റ് P-8 പോസിഡോൺ. ഇതും ബോയിങ് 737 ബേസ് ചെയ്ത് ഉണ്ടാക്കപ്പെട്ട ഒരു പാട്രോൾ എയർക്രാഫ്റ്റ് ആണ്. ഈ പ്ലെയിൻ ആന്റി സബ്മറൈൻ വാർഫെയറിലും ഓഷ്യൻ സർവേലൻസിനും യൂസ് ചെയ്യുന്നു. സോ ഇതൊരു സീ ഗാർഡിയൻ ആണ്. അങ്ങനെ ബോയിങ് കൊമേഴ്ഷ്യൽ എയർ ട്രാവലിനെ പോലെ തന്നെ മിലിറ്ററി ഫീൽഡിലും വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്ത് വേൾഡ് വൈഡ് സേഫ്റ്റി സർവേലൻസ്, സ്ട്രൈക്ക് പവർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പം ബോയിങ് സ്പേസ് ഇന്നോവേഷൻ ആൻഡ് ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്. ബോയിങ് ഭൂഗോളം മാത്രമല്ല ആകാശത്തിനു പുറമേ വളർന്നു പോകുന്നുണ്ട്. ബോയിങ് സ്പേസ് ക്രാഫ്റ്റ്, സാറ്റലൈറ്റ്, റോക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ബോയിങ് സാറ്റലൈറ്റ് സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ, GPS, മിലിറ്ററി ആപ്ലിക്കേഷനൊക്കെ വേണ്ടി ഉണ്ട്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ബോയിങ്ങിന്റെ ഓട്ടോണോമസ് എയർക്രാഫ്റ്റ്, ഇലക്ട്രിക് ഏവിയേഷൻ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് പൊല്യൂഷൻ കുറയ്ക്കാനും പൈലറ്റിന്റെ സ്ട്രെസ് കുറയ്ക്കാനും സാധിക്കുന്നു. നെക്സ്റ്റ് സെക്ഷൻ ചലഞ്ചസ്. ബോയിങ്ങിന് റീസെന്റ് സമയത്ത് മേജർ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. 2018-ലും 2019-ലും ബോയിങ് 737 മാക്സ് ക്രാഷ് ചെയ്തപ്പോൾ എൻ്റെ ഫ്ലീറ്റ് വേൾഡ് വൈഡ് ഗ്രൗണ്ട് ചെയ്തു. ഈ ഇൻസിഡന്റ് കഴിഞ്ഞു ബോയിങ് റെഗുലേറ്ററി സ്ക്രൂട്ടണിയിൽ എത്തിയിരുന്നു. പബ്ലിക് കോൺഫിഡൻസ് വലുതായി കുറയുകയും ചെയ്തു. പക്ഷേ ബോയിങ് തിരിച്ചു വരാൻ ശ്രമിച്ചു. സേഫ്റ്റി പ്രോട്ടോകോൾസ് ഇംപ്രൂവ് ചെയ്തു, ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്തു, റെഗുലേറ്റേഴ്സോടൊപ്പം ട്രാൻസ്പെറന്റ് ആയി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ 1 പ്ലെയിൻ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്ത ബോയിങ് ഇന്ന് വേൾഡിൻ 150 കൂടുതൽ കൺട്രീസിൽ പ്ലെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഗ്ലോബൽ എയർ ട്രാവലിന്റെ ബാക്ക് ബോൺ ആണ് ബോയിങ് ജെറ്റ്സ്. ബോയിങ് ഡിഫൻസ് ഫീൽഡിലും ഡിപ്പെൻഡ് ചെയ്യുന്നു. ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, യൂറോപ്പ് പോലെ കൺട്രീസിൽ പാർട്ട്നേഴ്സ് ഉണ്ട്. സോ ബോയിങ്ങിന്റെ ഗ്ലോബൽ പ്രസൻസ് വലിയ കാര്യമാണ്. 1916-ൽ ഒരു ബൈപ്ലെയിൻ ഉണ്ടാക്കി തുടങ്ങിയ ബോയിങ് ഇന്ന് സ്പേസ് ക്രാഫ്റ്റ് വരെ എത്തി നിൽക്കുകയാണ്. 100+ ഇയേഴ്സ് കഴിഞ്ഞാലും ബോയിങ് ഇന്ന് വരെ ഫ്യൂച്ചർ നോക്കി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോയിങ്ങിന്റെ ഹിസ്റ്ററിയും ഓവർവ്യൂവും, എങ്ങനെയാണ് ഓരോ ബോയിങ് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിന്റെ ഡിവിഷൻസും ലേറ്റസ്റ്റ് ക്രാഷ് ഡീറ്റെയിൽസും ഒക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഇങ്ങനെ കുറെ സീരീസുമായിട്ട് ഇനിയും ഇതുപോലെ കൊണ്ടുവരുന്നതാണ്. എന്തെങ്കിലും കൂടുതൽ ഇതേപോലത്തെ ടോപ്പിക്സ് വേണമെങ്കിലും താഴെ കമന്റ് ചെയ്യുക. പുതിയ കൂട്ടുകാർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായിട്ട് കാണാം. ബൈ ബൈ.